പൈസയോടുള്ള ആർത്തിയിൽ ഡബ്ല്യുഡബ്ല്യുയുടെ ഏകദേശം പണിക്കുറ്റം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കമ്പനി അധികം നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല. അതുപോലെ റോമൻ റെയിൻസിനെ ഇവർക്ക് റിലീസ് ചെയ്ത് വിടാനായിട്ട് ഒരു പ്ലാൻ ഉള്ളതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ ത്രിബിളച്ചും ഡബ്ല്യുഡബ്ല്യു വിട്ട് പോവുകയാണ്. അപ്പോൾ ത്രിബിളച്ചും ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്, അതായത് ഇനി ക്രിയേറ്റിവിറ്റി ടീമിലൊന്നും വർക്ക് ചെയ്യില്ല എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് TKO ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഡബ്ല്യുഡബ്ല്യു ടിക്കറ്റ് പ്രൈസ് കൂട്ടിയത്, അവിടെ ലൈവ് കാണാൻ വരുന്ന ഫാൻസിനെല്ലാം പണി കൊടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ടിക്കറ്റ് പ്രൈസ് കൂട്ടിയതിൽ ഒരുപാട് പ്രശ്നമെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് റോക്കിനെയൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഇവര് മുന്നോട്ട് പോയി. ഇപ്പോഴിതാ ബഡ്ജറ്റ് കട്ടെല്ലാം പറഞ്ഞുകൊണ്ട് പല റെസ്ലേഴ്സിനെയും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന റെസ്ലേഴ്സിനെയൊക്കെ റിലീസ് ചെയ്ത് വിടാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ ഇനിയും നിറയെ റെസ്റ്റേഴ്സ് ഉണ്ട് ഇവർക്ക് റിലീസ് ചെയ്യാനായിട്ട്. അതുപോലെ ഇവരുടെ കോൺട്രാക്റ്റും വേണ്ട, ഡീലും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർലിറ്റോ ഇവിടെ നിന്നും പോയി. ഇനി ചിലപ്പോൾ കിരിൻ ക്രോസും പോയേക്കാം. അപ്പോൾ സത്യത്തിൽ ഇവരൊക്കെ നല്ല റെസ്ലേഴ്സ് ആണ്, കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതാണ് പ്രശ്നം. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. അതായത് TKO ഗ്രൂപ്പിന് പൈസയ്ക്ക് ഒരുപാട് ആർത്തി ഉള്ളതുകൊണ്ട് അവർ പൈസയുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അതായത് പൈസ എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ളത്. അതല്ലാതെ മുൻപ് വിൻസ് മിക്മാൻ ട്രിപ്പിൾ എച്ച് എല്ലാം നടത്തിയിരുന്ന പോലെ ഡബ്ല്യുഡബ്ല്യു മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഇവർക്ക് പ്ലാൻ ഇല്ല. അതായത് നല്ല നല്ല മാച്ച്, സ്റ്റോറി ലൈൻസ്, ഇതൊന്നും അവരുടെ കയ്യിലില്ല. ഇവർക്ക് പൈസയാണ് മുഖ്യം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ റെസ്ലേഴ്സിനെ റിലീസ് ചെയ്ത് ബഡ്ജറ്റ് കട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ നിൽക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇനി റോമൻ റെയിൻസിനെ റിലീസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് റോമൻ റെയിൻസ് നമ്മൾക്കറിയാം 2027 അല്ലെങ്കിൽ 28 കൂടിയിട്ട് സിനിമയിലേക്ക് പോകും. പിന്നീട് ഫുൾ ടൈം സിനിമയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് റോമൻ റെയിൻസിനെ ഡബ്ല്യുഡബ്ല്യു ഇട്ട് റിലീസ് ചെയ്യാനാണ് പോകുന്നത്. അതായത് റോമൻ റെയിൻസ് ഡബ്ല്യുഡബ്ല്യുയിൽ നിന്ന് കഴിഞ്ഞാൽ, അതായത് അവരുടെ കോൺട്രാക്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ സാലറി വെറുതെ കൊടുക്കേണ്ടി വരും. ഇടയ്ക്ക് 1-2 മാച്ചിന് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് റോമൻ റെയിൻസിനെ റിലീസ് ചെയ്ത് വിട്ട ആ സാലറിയും നമ്മൾക്ക് ലാഭമായിരിക്കും എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നതായിട്ട് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. TKO ഗ്രൂപ്പിന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതോടുകൂടി ഡബ്ല്യുഡബ്ല്യുയുടെ പണി കഴിയും. അതായത് വിൻസ് മിക്മാന് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ജോൺ സീന സിനിമയിലേക്ക് പോയിട്ടും ഡബ്ല്യുഡബ്ല്യു അധികം വരാതിരുന്ന സമയത്തും ഒരുപാട് സാലറി കൊടുത്ത് ജോൺ സീനയെ ഡബ്ല്യുഡബ്ല്യു കോൺട്രാക്റ്റിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വക പ്ലാനൊന്നും ഇവർക്കില്ല. ഇവർ ബഡ്ജറ്റ് കട്ട് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ TKO ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഒരു പേടി. ഇവർ ചിലപ്പോൾ റോമൻ റെയിൻസിനെയോ റിലീസ് ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ റോമൻ റെയിൻസ് തീരെ വരാതിരിക്കുന്ന സമയത്താണ് ഇവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ ഉടനെ റിലീസ് ചെയ്യും എന്നല്ല പറയുന്നത്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ എച്ചും ഡബ്ല്യുഡബ്ല്യു ഇട്ട് പോകാനാണ് ഇപ്പോൾ സാധ്യതകൾ കൂടുതൽ. അതായത് ഇനി ഏകദേശം 18 മാസത്തോളം മാത്രമാണ് ട്രിപ്പിൾ എച്ച് ക്രിയേറ്റിവിറ്റി ടീമിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഡബ്ല്യുഡബ്ല്യു ഇട്ട് ട്രിപ്പിൾ എച്ചും പോകും എന്നാണ് പറയുന്നത്. ഇതിന് കാരണവും TKO ഗ്രൂപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ റോക്കിൻ്റെ ഒരു ഇടപെടലുണ്ട്. അതായത് ട്രിപ്പിൾ എച്ച് ചെയ്യുന്ന പല പ്ലാനുകളിലും അവസാനം റോക്ക് വന്ന് ഇടപെടുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതാണ് പല സെഗ്മെന്റും നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ആവാത്തത്. എന്നാൽ ആ സമയത്ത് നമ്മൾ മുഴുവനായിട്ടും ട്രിപ്പിൾ എച്ചിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് ട്രിപ്പിൾ എച്ചിന്റെ മിസ്റ്റേക്ക് അല്ല, ട്രിപ്പിൾ എച്ചിന് മുകളിൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മുഴുവനായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൺട്രോൾ ട്രിപ്പിൾ എച്ചിന്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രിപ്പിൾ എച്ച് 18 മാസം കഴിഞ്ഞ് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ചും കൂടി പോയി കഴിഞ്ഞാൽ TKO ഗ്രൂപ്പ് മൊത്തത്തിൽ മൂഞ്ചും. അതായത് പിന്നെ വരുന്നവർക്ക് കറക്റ്റായിട്ട് ക്രിയേറ്റിവിറ്റി ടീമിൽ സ്റ്റോറി ലൈൻസ് ഇതൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ ഇവരുടെ പൈസ കൊതി അതോടുകൂടി തീർന്നു കിട്ടും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവർ പെടാൻ പോകുന്നത്. ഒന്ന്, റോമൻ റെയിൻസിനെ റിലീസ് ചെയ്താൽ പെടും. 2, ട്രിപ്പിൾ എച്ച് ഡബ്ല്യുഡബ്ല്യു ഇട്ട് പോയാൽ ഇവർ 8ന്റെ പണി കെട്ടിപ്പെടും. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതോടുകൂടി ഡബ്ല്യുഡബ്ല്യുയുടെ പണിക്കുറ്റം തീരും. പിന്നെ നമ്മൾ മുൻപ് കണ്ട ഡബ്ല്യുഡബ്ല്യു അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ലാതെ ഫാൻസിനെ സന്തോഷിപ്പിക്കാനോ റെസ്ലിങ്ങിനോടുള്ള നീതിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുവരേക്ക് റോമൻ റെയിൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് റൂമർ ന്യൂസുകൾ വെച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഇവരുടെ ശരിക്കുമുള്ള പ്ലാനിനെ പറ്റിയാണ്. അതും കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് റോമൻ റെയിൻസുമായിട്ട് 15 മില്യൺ സാലറിയുടെ കോൺട്രാക്റ്റാണ് ഇവർക്കുള്ളത്. അപ്പോൾ റോമൻ റെയിൻസ് സിനിമയിൽ പോകുന്ന സമയത്ത് ആ ഒരു 15 മില്യണൊന്നും കൊടുക്കാൻ TKOയ്ക്ക് സാധിക്കില്ല എന്നും, അപ്പോഴത്തേക്കും സംസാരിച്ച് കുറയ്ക്കുകയാണെങ്കിൽ റോമൻ റെയിൻസ് ഡബ്ല്യുഡബ്ല്യുയിൽ ഉണ്ടാവും, ഇല്ല എങ്കിൽ റിലീസ് ചെയ്ത് വിടും. ഇത്തരത്തിലാണ് അവർ ചിന്തിക്കുന്നതായിട്ട് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. അതിനോടൊപ്പം ഒരുപാട് റൂമറും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർത്താണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്.
വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനിയും നിറയെ റെസ്ലേഴ്സിനെ ഇവർ റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നോക്കാം ആരൊക്കെയാണ് എന്ന്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ